എല്ലാവരും അതിജീവതയ്ക്കൊപ്പം എന്ന് പറഞ്ഞ് നടക്കുന്ന സമയത്താണ് പെട്ടെന്നൊരു വേറിട്ട ഒരു ശബ്ദം, അതും കോൺഗ്രസിനകത്ത് നിന്ന്. UDF കൺവീനർ അടൂർ പ്രകാശ് തെരഞ്ഞെടുപ്പിൻ്റെ പോളിംഗ് തുടങ്ങി ഏതാനും മണിക്കൂറുകൾ പിന്നിട്ട സമയത്താണ് അടൂർ പ്രകാശിൻ്റെ തുറന്നു പറച്ചിൽ. അതായത് അതിജീവതയ്ക്കും നിയമം കിട്ടി, ഒപ്പം ദിലീപിനും നിയമവും നീതിയും കിട്ടി. മാത്രവുമല്ല, സർക്കാരിനെ വിമർശിക്കാൻ ഉപയോഗിച്ച വാക്കുകൾ തന്നെ തിരിച്ചടിക്കുകയും ചെയ്തു. അതായത് എന്തിനാണ് ഇപ്പോൾ, അല്ലെങ്കിൽ എന്തർത്ഥത്തോടു കൂടിയാണ് സർക്കാർ വീണ്ടും ഹർജി നൽകാൻ പോകുന്നത്, അല്ലെങ്കിൽ പുനഃപരിശോധന ഹർജി നൽകാൻ പോകുന്നത് എന്നുള്ള ചോദ്യം ചോദിച്ചത് തന്നെ അതിൻ്റെ അർത്ഥവും അതിൻ്റെ വ്യാപ്തിയും മറ്റൊരു തരത്തിൽ ഇരയ്ക്ക് എതിരാവുകയും ഒപ്പം ആരാണോ വേട്ടക്കാരന് അനുകൂലമാവുകയും ചെയ്തത് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്. തൊട്ടു പിന്നാലെ അടൂർ പ്രകാശിനെതിരെ സ്വന്തം പാളയത്ത് നിന്ന് തന്നെ വലിയ തരത്തിലുള്ള എതിർ സ്വരങ്ങൾ ഉയർന്നു വന്നു. മാത്രവുമല്ല, നേതാക്കൾ ഒന്നടങ്കം അതിജീവതയ്ക്കൊപ്പം നിൽക്കുമ്പോൾ അതിന് വിരുദ്ധമായ വാക്കാണ് അടൂർ പ്രകാശിൻ്റെ ഭാഗത്ത് നിന്ന് വന്നത് എന്ന് തന്നെ പാളയത്തിലുള്ളവർ ഉറക്കെ വിളിച്ചു പറഞ്ഞു. അതിനുശേഷം KPCC അധ്യക്ഷൻ തന്നെ അടൂർ പ്രകാശിനെ തള്ളിപ്പറഞ്ഞ് രംഗത്തെത്തി. എല്ലാ പിന്തുണയും അതിജീവതയ്ക്കൊപ്പം. ഇതോടുകൂടി കോൺഗ്രസ് നേതാക്കന്മാരും ഇതേ വഴി തന്നെ തുടർന്നു. നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ കേന്ദ്ര നേതൃത്വം ഇടപെട്ടു. നേതൃത്വം ഇടപെടുന്നതിന് വേറെ വഴിയും ഉണ്ടായിരുന്നു. അതായത് പ്രതിപക്ഷ നേതാവ് നേരിട്ട് KC വേണുഗോപാൽ MPയെ വിളിക്കുന്നു. ഇത്തരത്തിൽ ചില വാക്പ്രയോഗങ്ങൾ വന്നിരിക്കുന്നു. അത് പാർട്ടിക്കും ഒപ്പം തിരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്ന വേളയിൽ തിരഞ്ഞെടുപ്പിന് തന്നെ വലിയ ദോഷം ചെയ്യുന്ന തരത്തിൽ ഈ കാര്യങ്ങൾ നീങ്ങുന്നു എന്നുമൊക്കെ KC വേണുഗോപാലിനെ പ്രതിപക്ഷ നേതാവ് അറിയിച്ചതോടെ സംസ്ഥാനത്തിൻ്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപദാസ് മുൻഷി KPCC ആസ്ഥാനത്തേക്ക് അടൂർ പ്രകാശിനെ വിളിച്ചു വരുത്തുകയായിരുന്നു. വിളിച്ചു വരുത്തുക മാത്രമല്ല, മറ്റൊരു ഇതിന് എതിരായുള്ള ചില വാക്കുകൾ നൽകണം എന്നുള്ള നിർദ്ദേശം നൽകി. അങ്ങനെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ അടൂർ പ്രകാശ് അത് കൃത്യമായി വളച്ചൊടിച്ച് പറയുന്നു, ഈ വാർത്ത സൃഷ്ടിച്ചത് മാധ്യമങ്ങളാണ് എന്ന്. എല്ലായ്പ്പോഴും മാധ്യമങ്ങളെ പഴിചാരുന്ന പതിവ് രാഷ്ട്രീയ നേതാക്കന്മാരുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നത് പതിവാണ്. അതൊരു പതിവ് സംഭവമാണ്. പക്ഷേ ഇന്നലെ അടൂർ പ്രകാശിന് പറ്റിയ ആ അമളി എല്ലാവരും കണ്ടതാണ്. ചില ചാനലുകളിൽ അത് ലൈവായി സംപ്രേഷണം ചെയ്തതാണ്. അവിടെ നാക്കുപിഴവില്ല, പറയാനുള്ളതെല്ലാം വ്യക്തമായി കൃത്യതയോടെ അടൂർ പ്രകാശ് പറഞ്ഞത് കണ്ടതും കേട്ടതുമാണ്. പിന്നെ എന്തിനാണ് ഈ നാടകം? പറഞ്ഞത് ആർക്കു വേണ്ടി, എന്തിനു വേണ്ടി? ആ ചോദ്യം ഇപ്പോഴും കോൺഗ്രസിനകത്ത് അവശേഷിക്കുകയാണ്. അടൂർ പ്രകാശ് പറഞ്ഞ വാക്കുകൾക്കെതിരെയുള്ള ശക്തമായ എതിർപ്പുകൾ ഇപ്പോഴും തുടരുന്നു. മാത്രവുമല്ല, K മുരളീധരൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ വലിയ തരത്തിലെ വിയോജിപ്പ് അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. ആ എതിർപ്പിൻ്റെ സ്വരം തന്നെ വളരെ വ്യത്യസ്തമായിരുന്നു. കോൺഗ്രസിൻ്റെ ഭാഷ പറയേണ്ടത്, അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ അഭിപ്രായം പറയാനുള്ള പൂർണ്ണമായ ഉത്തരവാദിത്വം KPCC അധ്യക്ഷനാണ്. അതായത് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് കാര്യങ്ങൾ പറയും. അതേസമയം UDF കൺവീനർക്ക് ഒരേ ഒരു നടപടിക്രമം നടപ്പിലാക്കാൻ മാത്രമാണ് ബാധ്യതയുള്ളത്. അതായത് ഘടകകക്ഷികളുടെ യോഗം വിളിക്കാൻ നോട്ടീസ് നൽകുക. അതിനപ്പുറത്തേക്ക് കോൺഗ്രസ് പാർട്ടിയുടെ ഒരു കാര്യവും പറയാനുള്ള ഒരു യോഗ്യതയും UDF കൺവീനർക്കില്ല എന്ന് വളരെ കൃത്യമായി അടിവരയിട്ട് തള്ളിപ്പറയുന്നതിന് തുല്യമായി K മുരളീധരൻ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇത്രയധികം വിയോജിപ്പ് അടൂർ പ്രകാശിനെതിരെ കോൺഗ്രസിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത്, ഇതിനു മുമ്പ് രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണച്ചുകൊണ്ട് അദ്ദേഹം എത്തിയിരുന്നു. അന്നും ഇത്തരത്തിൽ വിയോജിപ്പുണ്ടായിരുന്നെങ്കിലും സതീശൻ പക്ഷത്തോട്, അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവിനോട് വിയോജിപ്പുണ്ടായിരുന്ന ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കന്മാർ തൽക്കാലം അങ്ങനൊരു മേധാവിത്വം പ്രതിപക്ഷ നേതാവ് തുടരണ്ട എന്ന തീരുമാനമെടുത്തത് കൊണ്ട് തന്നെ അടൂർ പ്രകാശിനെതിരെ വലിയ തരത്തിലുള്ള എതിർസ്വരങ്ങൾ ഉണ്ടായില്ല. പക്ഷേ ഇപ്പോഴതല്ല, അടൂർ പ്രകാശിനെതിരെയുള്ള എതിർസ്വരങ്ങളുടെ എണ്ണം കൂടിയിരിക്കുന്നു. വേണ്ടി വന്നാൽ ഇനിയും ചില എതിർസ്വരങ്ങൾ ഉയരും. പ്രത്യേകിച്ചും വനിതകൾ ഒന്നടങ്കം അടൂർ പ്രകാശിനെതിരെ തിരിഞ്ഞിരിക്കുന്നു. നേരത്തെ പാർട്ടിക്കകത്ത് ഒരു വലിയ പിന്തുണ ഉണ്ടായിരുന്നൊരു നേതാവായിരുന്നു അടൂർ പ്രകാശ്. പക്ഷേ ഈ രണ്ട് വാക്പ്രയോഗങ്ങളിലൂടെ അടൂർ പ്രകാശ് പാർട്ടിയിൽ നിന്നും ഒരു അനഭിബന്ധന്റെ ലിസ്റ്റിലേക്ക് മാറപ്പെട്ടിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാൻ കഴിയും. ഇതെങ്ങനെ തിരുത്താൻ കഴിയും? അതിജീവതയ്ക്കൊപ്പം കേരളത്തിലെ മുഴുവൻ ജനങ്ങളും ഒത്തുനിൽക്കുന്നു. മാത്രവുമല്ല, സ്ത്രീ സമൂഹങ്ങൾ ഒറ്റക്കെട്ടായി പറയുന്നു അതിജീവതയ്ക്ക് നീതി കിട്ടിയില്ല. അതേസമയം നടന് നീതി കിട്ടി എന്ന് പറയുമ്പോൾ ഇവിടെ UDF കൺവീനർ പറയുന്നു രണ്ടു പേർക്കും നീതി കിട്ടിയെന്ന്. എന്താണ് ഇതിൽ മനസ്സിലാക്കേണ്ടത്? അപ്പോൾ വ്യത്യസ്ത അഭിപ്രായങ്ങൾ പറയുന്ന ഒരു തലത്തിലേക്ക് ഒരു UDF കൺവീനർ മാറിയത് ശരിയാണോ? ആ ചോദ്യം ഇപ്പോഴും ഉയർന്നു നിൽക്കുക തന്നെയാണ്. പക്ഷേ ഇന്നല്ല അടൂർ പ്രകാശിന് മറുപടി പറയേണ്ടി വരിക. കോൺഗ്രസിൻ്റെ മറ്റു തലങ്ങളിലുള്ള യോഗങ്ങളിലൊക്കെ തന്നെ ഇത് ചർച്ച
ചർച്ചയാക്കി മാറും. എപ്പോഴെങ്കിലും കോൺഗ്രസിന് ഈ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ എവിടെയെങ്കിലും അടിപതറുമ്പോൾ ഇതിന് മറുപടി നൽകേണ്ടത് അടൂർ പ്രകാശായിരിക്കും. കാരണം കഴിഞ്ഞ ദിവസം ഒരു എതിർസ്വരം, പാർട്ടിക്കെതിരെ അടിക്കാൻ ഒരു വടി കൊടുത്ത ഒരേ ഒരു സ്വരം അത് അടൂർ പ്രകാശിൻ്റെ ഭാഗത്തു നിന്നായിരുന്നു. മറ്റാളുടെ ഭാഗത്തു നിന്നും കോൺഗ്രസിന് അല്ലെങ്കിൽ കോൺഗ്രസിന് വിരുദ്ധമായതോ കോൺഗ്രസ് പറഞ്ഞ കാര്യങ്ങൾക്ക് എതിർപ്പുണ്ടാകുന്ന തരത്തിലുള്ള ഒരു വാക്കുകളും ഒരു നേതാവും പറയുകയോ പ്രഖ്യാപിക്കുകയോ ചെയ്തിട്ടില്ല. പക്ഷേ തെറ്റ് സംഭവിച്ചത് അടൂർ പ്രകാശിൻ്റെ ഭാഗത്തു നിന്നാണ്. അതുകൊണ്ട് തന്നെ പാർട്ടിക്കകത്ത് നിന്ന് അടൂർ പ്രകാശിനെതിരെ ഇനി ഉയരാൻ പോകുന്ന എതിർസ്വരങ്ങൾ ചെറുതായിരിക്കില്ല, വലിയ തരത്തിൽ ഉയരും. കാരണം പാർട്ടിക്കകത്തെ മുതിർന്ന നേതാക്കന്മാരുടെ എല്ലാം കണ്ണിലെ കരടായി അടൂർ പ്രകാശ് മാറിയിരിക്കും തന്നെ പറയാൻ കഴിയുന്നു. കാരണം വാക്കുകൾ പ്രയോഗിക്കുന്ന കാര്യത്തിൽ ഒരു മിതത്വം പാലിക്കണമെന്ന് പറയുന്നെങ്കിൽ പോലും പക്ഷേ ഇന്നലെ പറഞ്ഞത് നാടെല്ലാം ഒറ്റക്കെട്ടായി അതിജീവതയ്ക്കൊപ്പം നിൽക്കുമ്പോൾ അതിജീവതയെ എപ്പോഴും ചേർത്ത് പിടിക്കുന്ന അതിജീവതയ്ക്കൊപ്പം എപ്പോഴും യാത്ര ചെയ്യാനുള്ള ചങ്കൂറ്റം കാണിക്കുന്ന കോൺഗ്രസ് പാർട്ടിയിൽ ഒരു നേതാവ് തന്നെ ഇത്തരത്തിൽ ഒരു വിയോജിപ്പുള്ള സ്വരം പറയുക എന്ന് പറയുന്നത് പാർട്ടിക്ക് അംഗീകരിക്കാൻ കഴിയില്ല. അതിൻ്റെ ഫലം എന്തായാലും UDF കൺവീനർ തന്നെ നേരിടേണ്ടി വരും, അത് ഉറപ്പാണ്.